നമസ്കാരം. തേക്കടിയിൽ വിനോദസഞ്ചാരത്തിനെത്തിയ ഇസ്രായേൽ സ്വദേശികളെ കടയുടമകൾ അപമാനിച്ച് ഇറക്കിവിട്ട സംഭവത്തിൽ ഇടപെട്ടിരിക്കുകയാണ് പോലീസ്. കാരണം പോലീസിന് ഇടപെടാതെ വേറെ വഴിയില്ല എന്ന് മനസ്സിലായി. സംഭവം പറഞ്ഞ ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ ഒരു നിർണായക നീക്കമാണ് കേരളത്തിൽ നടത്തിയത്. ഒരു സർജിക്കൽ ഓപ്പറേഷൻ തന്നെയാണ് കേന്ദ്രം നടത്തിയത്. ഉടൻ തന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഐബിയും റോയും അടക്കം വലിയൊരു ടീം തന്നെ കേരളത്തിലേക്ക് പറന്നെത്തുകയായിരുന്നു. ജമ്മു കാശ്മീരിൽ തീവ്രവാദ സംഘങ്ങളായ വ്യക്തികൾ ആണോ കേരളത്തിൽ, അതായത് തേക്കടിയിൽ ഉണ്ടായിരുന്നത് എന്നടക്കം വിശദമായി തന്നെയാണ് ഐബിയും റോയും പരിശോധിക്കുന്നത്. കൂടുതൽ ആവശ്യം വേണ്ടിവന്ന നിർണായകമായ ഒരു നീക്കം ഐബിയുടെ ഭാഗത്തു നിന്നും റോയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. വേണ്ടി വന്നാൽ കാശ്മീരിൽ പോയി ഇവരുടെ പശ്ചാത്തലം, ഇവർ അവിടെ താമസിക്കുന്നുണ്ടോ എന്നടക്കം അന്വേഷണം നടത്താനും ഐബി ഒരു നീക്കം നടത്തുന്നുണ്ട്. കൂടുതൽ ഇവർ ബംഗ്ലാദേശികളാണോ എന്നടക്കം സംശയം നിലവിലുണ്ട്. മുൻ DGP TP സെൻകുമാർ പറഞ്ഞതുപോലെയും അതോടൊപ്പം തന്നെ ലോക്നാഥ് ബെഹ്റയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതായിരുന്നു. നിലവിൽ TP സെൻകുമാർ അടക്കം പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത്. അതായത് കേരളത്തിൽ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് TP സെൻകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരാതി ഇല്ല എന്നത് സംബന്ധിച്ച് ഇസ്രായേൽ പൗരന്മാർ പോലീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പരാതി ഇല്ല എങ്കിൽ അത് അന്വേഷിക്കേണ്ട ചുമതല പോലീസിനുണ്ട്. കാരണം സംഭവം വിദേശികളെ അപമാനിച്ചു എന്നതാണ്. ഈ ഒരൊറ്റ സംഭവം മതിയാകും നമ്മുടെ ഭാരതത്തിന്റെ തല മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ താഴാൻ. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസി ചടുലമായ ഒരു നീക്കം അവിടെ നടത്തിയത്. കുമളിയിൽ തന്നെ കടകൾ നടത്തുന്ന നിരവധി കാശ്മീരി വ്യാപാരികളുണ്ട്. ഇവരും ഇപ്പോൾ ഐബിയുടെ റോയുടെ നിരീക്ഷണത്തിലാണ്. അതേസമയം കാശ്മീർ വ്യാപാരികൾക്ക് ഇനി കെട്ടിടം വാടകയ്ക്ക് നൽകാനാകില്ല എന്ന നിലപാട് കെട്ടിട ഉടമ സ്വീകരിച്ചിരിക്കുകയാണ്. കുമളി സ്വദേശിയും കാശ്മീർ സ്വദേശികളായ രണ്ടുപേരും ചേർന്ന് പാർട്ണർഷിപ്പിൽ നടത്തുന്ന സ്ഥാപനത്തിലെത്തിയ ഇസ്രായേൽ സ്വദേശിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. ഈ കാശ്മീരി സ്വദേശികൾ ബംഗ്ലാദേശികളാണോ എന്നടക്കമുള്ള ഡീറ്റെയിലുകൾ ആണ് ഐബി അന്വേഷിച്ചു വരുന്നത്. ഇവർ തീവ്രവാദ ലക്ഷ്യം വച്ചുകൊണ്ടാണോ വലിയൊരു ഇടുക്കി തേക്കടി പോലെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തകർക്കാൻ ഒരു ലക്ഷ്യമാണോ ഇവരുടെ മനസ്സിലുള്ളത് എന്നടക്കം ഇപ്പോൾ ഐബി പരിശോധിക്കുന്നുണ്ട്. കേരളത്തിൽ നിരവധി IS സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടെന്നും അവയ്ക്ക് പാകിസ്ഥാനിൽ നിന്ന് കാശ്മീർ വഴി വലിയ തോതിൽ പണം എത്തുന്നുണ്ട് എന്ന് NIA-യുടെ റിപ്പോർട്ടുണ്ട്. ഇങ്ങനെ കോടികളാണ് കേരളത്തിലേക്ക് ഒഴുകുന്നത് എന്ന റിപ്പോർട്ടിലും NIA പരാമർശിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ കേരളത്തിലെയും കാശ്മീരിലെയും നിരവധി പേരെ ദേശീയ അന്വേഷണ ഏജൻസി നിരീക്ഷിച്ചു വരികയാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിലെ IS സ്ലീപ്പർ സെല്ലുകളുടെ പ്രവർത്തനം ആശങ്കാജനകമാണെന്ന് ദ ഹിന്ദുവിന്റെ റിപ്പോർട്ടും അവരുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിലെ IS സ്ലീപ്പർ സെല്ലുകൾക്കായി പ്രത്യേക ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ. അത് NIA-യും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കണ്ടെത്തിയൊരു കാര്യമാണ്. ജിഹാദി പ്രവർത്തനങ്ങളും സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകളും ശക്തമാക്കുകയാണ് ഇവരുടെ ദൗത്യം. ഇവയിൽപ്പെട്ട ചിലരെ ഇതിനകം NIA അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പല ഫണ്ടിംഗ് കേന്ദ്രങ്ങളും ഇപ്പോഴും വളരെ സജീവമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. മംഗലാപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളും കേരളത്തിലെ സ്ലീപ്പർ സെല്ലുകളെ സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട് എന്ന് NIA റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. കാശ്മീർ വഴി ഭീകരർക്ക് പണം എത്തിക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മുഹമ്മദ് ബഹാർ എന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തി കാശ്മീരിന്റെ തന്നെ മുഖ്യ തീവ്രവാദ ഗ്രൂപ്പിൽ അംഗമാണ്. ഇയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങൾ പ്രകാരം NIA 2 സ്ത്രീകളെ അടക്കം ഏതാനും പേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ മലപ്പുറം, കണ്ണൂർ, കൊല്ലം ജില്ലകളിൽ നിന്നുള്ളവരാണ്. ഇവരാണ് IS-ന് വേണ്ടി മലയാളം ടെലിഗ്രാം ചാനലുകൾ കൈകാര്യം ചെയ്തിരുന്നത്. ഭീകരർ ആശങ്കകൾ പ്രചരിപ്പിക്കാനും കലാപ ആഹ്വാനങ്ങൾ നൽകാനുമുള്ള ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചിരുന്നതും ഇവരുടെ നേതൃത്വത്തിലായിരുന്നു. അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും തയ്യാറാക്കിയ ഇസ്ലാമിക സന്ദേശങ്ങൾ അടങ്ങിയ വീഡിയോ ഫുട്ടേജുകളും ഇവർ തയ്യാറാക്കിയിരുന്നതായി NIA-യുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കേരളത്തിൽ ഏത് തീവ്രവാദികൾക്കും വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം മാറുന്നുണ്ട്. കാരണം രാവിലെ 7 മണിക്കൊക്കെ നമുക്ക് തമ്പാനൂർ, കിഴക്കേക്കോട്ട ഭാഗങ്ങളിൽ, പട്ടം തുടങ്ങിയ മെഡിക്കൽ കോളേജ് തുടങ്ങിയ ഭാഗങ്ങളിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബംഗാളികളുടെ ഒരു കൂട്ടം തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇത് കേരളമാണോ അതോ ബംഗ്ലാദേശാണോ ഉത്തരേന്ത്യയാണോ എന്ന് വരെ നമുക്ക് സംശയം തോന്നുന്ന രീതിയിലേക്ക് വരും. എല്ലാവരെയും നമുക്ക് നിരീക്ഷിച്ച് നോക്കിയാൽ തന്നെ അറിയാം, പലതരത്തിലുള്ള ഇടപാടുകൾ കൂട്ടം കൂടി നിന്ന് ഇവർ നടത്തുന്നുണ്ട്. ഒരു സ്ഥലത്തേക്ക് ഇവർ ലഹരി വസ്തുക്കളുടെ ഒരു ചെറിയ തോതിൽ ഒരു വിൽപ്പന ഇവർ നടത്തുന്നുണ്ട്. അതായത് ഇവർ തന്നെ നാട്ടുകളിൽ നിന്ന് ലഹരി വസ്തുക്കൾ കൊണ്ടുവന്ന് കേരളത്തിലെ ഒരു ചെറിയൊരു ഭാഗം ആൾക്കാർക്ക് ഇത് കൊടുത്ത് ഇവർ പൈസ വാങ്ങുന്നുണ്ട്. അങ്ങനെ പല രീതിയിലേക്ക് ഇവർ ഒരു കേരളത്തിന്റെ തീവ്രവാദ ഹബ്ബാക്കി മാറ്റാൻ നോക്കുന്നുണ്ട് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അടക്കം വലിയ തോതിൽ ഒരു നിർദ്ദേശവും വാണിംഗും കേരളത്തിൽ നൽകിയിട്ടും കേരള സർക്കാർ അത് ഗൗരവമായ രീതിയിൽ കേരള സർക്കാരും കേരളത്തിന്റെ
ഇന്റലിജൻസ് വകുപ്പും ഇത് എടുക്കുന്നില്ല എന്നതാണ് വളരെയേറെ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം.